പ്രസവം കഴിഞ്ഞ് 3ൻ്റെ തൊട്ടാണ് എനിക്ക് വിഷയമായി തുടങ്ങുന്നത്. ഡോക്ടർ കുഞ്ഞിറങ്ങി വരാൻ വേണ്ടിയിട്ട മുറിവ് ഒരുപാട് താഴ്ചയിലാവുകയും അപ്പോൾ അത് മലദ്വാരം വരെ മുറിയുകയും അതിൻ്റെ നരമ്പിന് മെഡിക്കലിലെ ഡോക്ടർ പഴുത്തിട്ട് വയറെല്ലാം പഴുത്തിട്ട് പോലും അവർ നോക്കിയിട്ട് പറഞ്ഞു വേറെ ഒരു കുഴപ്പമില്ല, വേദന സഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോഴത്തേക്കിനെ വയറ് പൊട്ടി പഴുപ്പ് താനെ പുറത്തു വന്നു. അപ്പോൾ തുടയിൽ നിന്നൊരു മസിലെടുത്താണ് അവരിട്ട മലദ്വാരത്തിൽ അത് മുറിവെല്ലാം അടച്ചേക്കുന്നത്. മെഡിക്കൽ കോളേജ് ചെയ്തതെന്ന് വെച്ചാൽ കുടല് മടക്കി വെച്ച് താഴോട്ട് മലം പോണ കുടൽ ഇങ്ങനെ മടക്കി വെച്ച് പിന്നാണ് അടിച്ചിരുന്നത്. അപ്പോൾ 23 വയസ്സായ ടൂറാണ് അത്. ഈ മലം ഈ സൈഡിൽ കൂടെയാണ് ഞാൻ എടുത്ത് കളയണം. ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയെങ്കിൽ ഇത്രയും ഓപ്പറേഷൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗതികേട് ഇല്ലാത്തതുകൊണ്ടാണ്. നമസ്കാരം. 2025 ജൂൺ 19 23 വയസ്സുകാരിയായ ഹസ്ന ഫാത്തിമ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. അന്നു മുതൽ ഹസ്ന തീ തിന്നുന്ന വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് സ്വാഭാവിക പ്രസവത്തിനിടെ ഡോക്ടർമാർക്ക് സംഭവിച്ച ഗുരുതര പിഴവ് മൂലം മലദ്വാരത്തിലെ ഞരമ്പ് മുറിയുകയും മൂത്രനാളിയിലൂടെ മലമൂത്ര വിസർജനം ഉണ്ടാകുന്ന അവസ്ഥയിലുമെത്തി. ഹസ്ന ഇപ്പോൾ ഏറെ ദുരിത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഹസ്നയും കുടുംബവും ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. ഹസ്ന, അന്ന് ആശുപത്രിയിൽ എന്താണ് സംഭവിച്ചത്? 19 പ്രസവത്തിന് പോയി സാധാ പ്രസവമായിരുന്നു. പ്രസവം കഴിഞ്ഞ് 3ൻ്റെ തൊട്ടാണ് എനിക്ക് വിഷയമായി തുടങ്ങുന്നത്. പക്ഷേ ഈ കാര്യം നമ്മൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞാൽ ഡോക്ടർ നോക്കിയിട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വീട്ടിൽ വിടുന്നതും. വീട്ടിൽ വിട്ടതിന് ശേഷം വേദനയൊന്നും മാറിയില്ല. രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ അടുത്ത് തന്നെ കാണാൻ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ടും ഡോക്ടർ പറയുന്നില്ല അവരുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച പറ്റിയെന്നോ ഇങ്ങനെയാണ് സംഭവിച്ചേക്കുന്നതെന്നൊന്നും അവർ പറയുന്നില്ല. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ അപ്പോൾ മെഡിക്കലിലേക്ക് പോകണം, ഒരു സർജറി ചിലപ്പോൾ വേണ്ടി വരുമെന്ന് പറഞ്ഞാൽ മെഡിക്കലിലേക്ക് വിട്ടു. അപ്പോൾ മെഡിക്കലിലേക്കുള്ള റെഫറൻസിൽ എഴുതിയേക്കുക നമ്മൾ യാത്ര ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്. അത് മലദ്വാരം മൊത്തത്തിൽ മുറിയുകയും മലദ്വാരത്തെ നരമ്പെല്ലാം കട്ടാവുകയും ചെയ്തു. ഇത് സംഭവിച്ചേക്കുന്നത് യാത്ര ചെയ്തതുകൊണ്ടാണ് എന്നാണ് അവർ എഴുതിയേക്കുന്നത്. മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്ക് പറയുന്നത് അത് വെജൈനൽ ഫിസ്റ്റുലയാണ്, ഇനി സർജറി എല്ലാം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. കൊളോസ്റ്റമിയുടെ സർജറി ആദ്യം ചെയ്യുന്നു. അത് കഴിഞ്ഞ് മെഡിക്കലിൽ നിന്ന് വെച്ച് തന്നെ രണ്ടാമത് പ്ലാസ്റ്റിക് സർജറി നടത്തി. കൊളോസ്റ്റമി ആദ്യം ചെയ്തിട്ട് അതും ശരിയായില്ല, മെഡിക്കൽ കോളേജിലെ സർജറി ശരിയായില്ല. രണ്ടാമത് വീണ്ടും പ്ലാസ്റ്റിക് സർജറി നടത്തി, അതും ശരിയായില്ല, മാംസം വെച്ചതെല്ലാം തിരിച്ച് പോയി. അതിനുശേഷം മൂന്നാമത് വീണ്ടും ഒന്നും കൂടെ കൊളോസ്റ്റമി ചെയ്ത്, അതിനുശേഷം വയറെല്ലാം പഴുത്ത്, അതും ശരിയായില്ല. 3 സർജറി മെഡിക്കൽ കോളേജിൽ ചെയ്തിട്ടും ശരിയായില്ല. വയറ് ഫുള്ള് ഇൻഫെക്ഷനായി പഴുപ്പ് കയറി. പിന്നെ വേദനയും ബുദ്ധിമുട്ടും സഹിക്കാൻ വയ്യാതെ മെഡിക്കലിൽ പോയിട്ടും ഇനി ഇതില്ല. മെഡിക്കലിലെ ഡോക്ടർ വയറെല്ലാം പഴുത്തിട്ട് പോലും അവർ നോക്കിയിട്ട് പറഞ്ഞു വേറെ ഒരു കുഴപ്പമില്ല, വേദന സഹിക്കുക എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ വിട്ട്. പിന്നെ ജീവൻ തിരിച്ച് കിട്ടൂല എന്നൊരു ഉറപ്പായി. കാരണം അത്രയും ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയാണ് നേരെ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പോയി, കടയ്ക്ക് കിംസാറ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് സ്കാനിങ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് വയർ ഫുൾ ഇൻഫെക്ഷനായി. അങ്ങനെ സർജറി ചെയ്തു. അവിടെ ചെന്നപ്പോഴത്തേക്കിനെ വയറ് പൊട്ടി പഴുപ്പ് താനെ പുറത്തു വന്നു. അതിനുശേഷം അവിടെ ചെന്ന് കിംസാറ്റിൽ പോയപ്പോൾ സർജറി ചെയ്ത് ഇടത് ഭാഗത്തുള്ള കൊളോസ്റ്റമി എല്ലാം മാറ്റി വലത് ഭാഗത്തോട്ടാക്കി. ഇൻഫെക്ഷനായ ഭാഗം ഫുള്ള് എടുത്ത് കളഞ്ഞ്. അതിനുശേഷമാണ് ഞാൻ ഒന്ന് ഓക്കെ ആയത്. ഇപ്പം 6ാമത്തെ സർജറി ഇപ്പം കഴിഞ്ഞിട്ട് 20 ദിവസമേ ആയുള്ളൂ. ആരോഗ്യാവസ്ഥ എന്താ? ആരോഗ്യാവസ്ഥ നല്ലതുപോലെ ഒന്ന് ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എല്ലാം കൊണ്ടും വേദനയും ബുദ്ധിമുട്ടായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം തന്നെ ഇരിക്കുന്നത് ഒരു ഇതിലാണെങ്കിൽ ഇരിക്കുന്നത്, അല്ലാതെ ഒന്ന് നല്ലതുപോലെ ഇരിക്കാനോ നടക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. മോനെ ഒന്നും എടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. നല്ലൊരു ബുദ്ധിമുട്ടും കാര്യത്തിലൊക്കെയാണ് ഇപ്പോൾ പോകുന്നത്. എത്ര സർജറി കഴിഞ്ഞു? മൊത്തം 6 സർജറി കഴിഞ്ഞു. എല്ലാം ഇപ്പോൾ ചെയ്ത 2 സർജറികളും നല്ല ഇതായിരുന്നു. മേജർ സർജറിയാണ് ചെയ്തത്. ഒരുപാട് ടൈം എടുത്തു. 10 മണിക്കൂറൊക്കെ നീണ്ടുനിന്ന സർജറികളായിരുന്നു. അപ്പോൾ ഇപ്പോൾ തുടയിൽ നിന്നൊരു മസിലെടുത്താണ് അവരിട്ട മലദ്വാരത്തിൽ അത് മുറിവെല്ലാം അടച്ചേക്കുന്നത്. അപ്പോൾ ഫുള്ളും തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തയ്യൽ പോലും എടുത്തിട്ടില്ല. ആ ഒരു ബുദ്ധിമുട്ട് എടുത്തിട്ടില്ല. സഹായം എന്തെങ്കിലും ഇല്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം കിട്ടില്ല. നമ്മൾ കഴിഞ്ഞ സർക്കാർ ഉള്ളപ്പോഴും നമ്മൾ എല്ലാം കൊടുത്തതാണ്, കേസും കൊടുത്ത് എല്ലാം കൊടുത്ത്. പക്ഷേ അവിടെ നിന്ന് ഒരു ഇതുമില്ല. അവിടെ നിന്ന് റിപ്പോർട്ട് തേടി എന്നല്ലാതെ അതിൽ നിന്നുള്ള മറുപടിയോ ഒന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മൾ 2-3 വട്ടം നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് വരെ അവിടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വിളിച്ച് റിപ്പോർട്ടെല്ലാം എടുത്തതാണ്. എന്നിട്ട് പോലും നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇത് വന്നിട്ടില്ല. സർജറിക്ക് എല്ലാം കൂടെ ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് ഇതായിട്ടുണ്ട്. എല്ലാം പലിശക്കെടുത്തും ലോൺ എടുത്ത്, പിന്നെ ബന്ധുക്കളുടെ സഹായങ്ങളുണ്ടായിരുന്നു.
കടങ്ങൾ വാങ്ങിച്ചൊക്കെ നമ്മളിതുവരെ നടത്തിയത്. ഒരു മാസം തന്നെ ഒരു 25,000 രൂപയ്ക്ക് പുറത്ത് വേണം നമുക്ക് പലിശകളെല്ലാം അടച്ച് ലോണെല്ലാം അടയ്ക്കാൻ വേണ്ടി. ആകെ ഒരു ബുദ്ധിമുട്ടാണ്. വേറെ വണ്ടിയൊന്നുമില്ല, ആകെ ഉണ്ടായിരുന്നൊരു വണ്ടി ഓട്ടോ ആയിരുന്നു. അപ്പോൾ ഓട്ടോ എല്ലാം വിറ്റാണ് നമുക്ക് ചികിത്സയൊക്കെ നടത്തിയത്. ഇപ്പോൾ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു ഇതുമില്ല, വീട് സ്ഥലം അങ്ങനെ ഒന്നുമില്ല, ആകെ ബുദ്ധിമുട്ടില്ല. എൻ്റെ പേര് ഹസ്ന ഫാത്തിമ എന്നാണ്, 23 വയസ്സാണ്. വിതുരയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം ജൂൺ 19 ആയിരുന്നു എൻ്റെ പ്രസവം നടക്കുന്നത്. അപ്പോൾ പ്രസവത്തോടു കൂടി എനിക്ക് ഡോക്ടർ കുഞ്ഞിറങ്ങി വരാൻ വേണ്ടിയിട്ട മുറിവ് ഒരുപാട് താഴ്ചയിലാവുകയും അപ്പോൾ അത് മലദ്വാരം വരെ മുറിയുകയും അതിൻ്റെ നരമ്പിന് പരിക്കേൽക്കുകയും ചെയ്തതിൻ്റെ ഇതിലായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റും കാര്യമൊക്കെ ഇരുന്നപ്പോൾ എൻ്റെ ഇതിൽ പരാതി നമ്മൾ കൊടുത്തിരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ വർഷം നമ്മൾ പരാതിയെല്ലാം കൊടുത്തിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതൊന്നും നമുക്ക് ഇതുവരെ ഒന്നും ആയിട്ടില്ല. പിന്നെ പ്രസവം നടക്കുന്ന 19-ാം തീയതി, പ്രസവം നടന്ന 3-ൻ്റെ അന്നോട്ടാണ് എനിക്ക് വിഷയം ഉണ്ടാകുന്നത്. മുറിവിൽ കൂടെ തന്നെ മലം വരികയും സ്റ്റിച്ചെല്ലാം പൊട്ടുകയും ചെയ്തു. ഈ കാര്യം ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, മുറിവ് ഉണങ്ങുമ്പോൾ ശരിയാവുമെന്ന് പറഞ്ഞ് എന്നെ പ്രസവത്തിന് തന്നെ 10 ദിവസത്തേക്ക് എന്നെ അഡ്മിറ്റ് ആക്കുന്നത്. പ്രസവം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടും മുറിവൊന്നും ഉണങ്ങിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ തന്നെയായിട്ടാണ് വീട്ടിൽ വിടുന്നത്. വീട്ടിൽ പോയിട്ടും വേദനയും ബുദ്ധിമുട്ടൊന്നും മാറാതെ വീണ്ടും നമ്മൾ ഈ ഡോക്ടറെ തന്നെ, ബിന്ദു സുന്ദർ ഡോക്ടറായിരുന്നു പ്രസവം എടുക്കുന്നത്, ഈ ഡോക്ടറെ തന്നെ കാണാൻ വേണ്ടി വന്ന്. അപ്പോൾ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറിനെല്ലാം റെഡിയാക്കി തരാം, വേറെ വിഷയമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും 7 ദിവസത്തേക്ക് എന്നെ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കാര്യം ചോദിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഡോക്ടർ എന്നുള്ള മറുപടിയോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവരെല്ലാം ഡ്രസ്സിങ് എല്ലാം ചെയ്ത് മുറിവെല്ലാം ക്ലീൻ ചെയ്ത് തന്നുകൊണ്ടിരുന്നു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു മെഡിക്കലിലേക്ക് പോകണം, മെഡിക്കലിൽ പോയി സർജറി വേണ്ടി വരും, എന്നാലേ ഇത് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് മെഡിക്കലിലേക്ക് വിടുകയാണ്. മെഡിക്കലിലത്തേക്കുള്ള റെഫറൻസ് പേപ്പറിലാണ് അവർ എഴുതിയേക്കുന്നത് ഇതേപോലെ വണ്ടി യാത്ര ചെയ്തത് കൊണ്ടാണ് മലദ്വാരം വരെയുള്ളത് മുറിയുകയും നരമ്പ് കട്ടാവുകയും ചെയ്തത്, വണ്ടി യാത്ര ചെയ്തത് കൊണ്ടും നടന്നതൊക്കെ കൊണ്ടാണ് അങ്ങനെയാണ് അവർ റെഫറൻസ് എഴുതിയേക്കുന്നത്. മെഡിക്കലിൽ ചെന്ന് ഈ ഡോക്ടർ ഫ്രണ്ടിനെ തന്നെയാണ് കാണിക്കാൻ പറഞ്ഞ് അവിടത്തേക്കാണ് തന്നത്. അങ്ങനെ അവിടെ പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് വെജൈനൽ ഫിസ്റ്റുലയാണ്, ഇത് സർജറി ചെയ്യാതൊന്നും ചെയ്യാൻ പറ്റൂല, കുടല് പുറത്ത് വെച്ച് ബാഗ് ഇടണം, കൊളോസ്റ്റമി ചെയ്യണം, എന്നാൽ മാത്രമേ താഴത്തെ മുറിവ് ഉണങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജൂലൈ 30-ാം തീയതിയാണ് എനിക്ക് ആദ്യത്തെ സർജറി ചെയ്യുന്നത്. ആ സർജറി ചെയ്ത് കുറച്ച് വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പഴയ അവസ്ഥ തന്നെയായിരുന്നു, മുറിവിൽ കൂടെ തന്നെ വീണ്ടും മലം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് വീണ്ടും പോയി സർജറി ചെയ്ത ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ബാലൻസ് ഉണ്ടായിരുന്നത് പോയതാണ്, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് റെഡിയാവും എന്നെല്ലാം പറഞ്ഞ് അവർ വീട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ 22 ആയപ്പം പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്ന് പറഞ്ഞ് മുറിവ് അടയ്ക്കാൻ വേണ്ടി അത് ചെയ്തിട്ടും പഴയ അവസ്ഥ തന്നെ തുടർന്നതുകൊണ്ട് ഈ വെച്ച മാംസവും എല്ലാം കൂടെ ആയിട്ട് വീണ്ടും അത് പോവുകയെല്ലാം ചെയ്ത്. അങ്ങനെ അവർ പറഞ്ഞു, ആദ്യം ചെയ്ത ഡോക്ടർ പറഞ്ഞു അത് കൊളോസ്റ്റമി ചെയ്തത് ശരിയായില്ല, അതൊന്നും കൂടെ ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഒന്നും കൂടെ സർജറി വേണം എന്ന് പറഞ്ഞുകൊണ്ട് നവംബർ 5-ാം തീയതി അന്ന് എനിക്ക് വീണ്ടും കൊളോസ്റ്റമി ചെയ്തു. അങ്ങനെ മെഡിക്കലിൽ മാത്രം 3 സർജറി ചെയ്തു. 3 സർജറിയും ശരിയായില്ല. 3ാമത് ചെയ്ത കൊളോസ്റ്റമിയും ഫുള്ള് ഇതായി, അവർ പുറത്ത് വെച്ച കുടൽ അകത്ത് പോയി, വയറിൽ മല അകത്ത് കെട്ടിക്കിടന്ന് ഇൻഫെക്ഷനായി, ഫുള്ള് പഴുപ്പ് കയറി, പഴുപ്പ് പുറത്ത് വയറ് താനെ പൊട്ടി പഴുപ്പൊലിക്കാനുള്ള ഇത് വന്ന്. അങ്ങനെ അവിടെ ചെന്നിട്ട് വേറെ ഇതൊന്നുമില്ല, അവരടുത്തേക്ക് വേദനയും ഇതെല്ലാം ആയിട്ട് ബുദ്ധിമുട്ടായിട്ട് മെഡിക്കലിൽ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, 3 മാസം വരെ വേദന സഹിക്കുക, അല്ലാതെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, ഇനി ഒരു സർജറി ഒന്നും ചെയ്യാൻ പറ്റൂല, 3 മാസം കഴിഞ്ഞാൽ ഈ കൊളോസ്റ്റമി തിരിച്ച് നമുക്ക് വെക്കാം എന്നുള്ള രീതിക്കാണ് അവർ നിന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് വേദന സഹിക്കാൻ പറ്റാതെ വന്ന് വയറ് ഫുള്ള് പഴുപ്പ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി, കടയ്ക്കലുള്ള കിംസാരി എന്ന് പറയുന്ന പ്രൈവറ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞത് ഒന്നും കൂടെ ചെയ്യാം, നമുക്ക് കൊളോസ്റ്റമി അവിടെ നിന്ന് മാറ്റി വലത് ഭാഗത്തോട്ട് മാറ്റി തരാമെന്ന് പറഞ്ഞ് ഇടത് ഭാഗത്തുനിന്ന് കൊളോസ്റ്റമി എല്ലാം കൂടെ മാറ്റി വലത് ഭാഗത്തോട്ടാക്കി. വയറിൻ്റെ ഒരുപാട് മാംസവും ഇതെല്ലാം എടുത്ത് കളയേണ്ടി വന്നു, പഴുപ്പ് കയറി. അത് കഴിഞ്ഞ് ഇപ്പം പ്ലാസ്റ്റിക് സർജറി ഇപ്പോൾ ഒന്നും കൂടെ ചെയ്തു. ഇപ്പോൾ 20 ദിവസമേ ആയുള്ളൂ സർജറി കഴിഞ്ഞിട്ട്. ഇപ്പം ആ ഒരു ബുദ്ധിമുട്ടിലും ഇതിലുമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം ഇരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് മുമ്പോട്ട് പോകുന്നത്.
നെടുമങ്ങാട് ഞാൻ പറഞ്ഞു നെടുമങ്ങാട് വെച്ച് ബിന്ദുസിന്റെ ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെ അവൾക്ക് ഈ മുറിവ് വഴി മലം വരെയാണ് എന്ന് ഞാൻ പറഞ്ഞു. 3-ന്റെ അന്നാണ് ഞാൻ പറയണത്. പറയാൻ സമയത്ത് ഇതേപോലെ മുറിവും മലവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവര് പറഞ്ഞു വെച്ചാൽ കുഴപ്പമില്ല, അതൊരു മുറിവ് താനെ പുറത്തോളൂ എന്ന് പറഞ്ഞാണ് വീണ്ടും 10 ദിവസം കിടത്തി. 8-ന്റെ അന്ന് ഇതേ അവസ്ഥയായി, ഈ തയ്യൽ കംപ്ലീറ്റ് പോയി ഇതേ അവസ്ഥയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് 10-ന്റെ അന്ന് വീട്ടിൽ പറഞ്ഞു വിട്ടതിന് ശേഷം വീണ്ടും ഞാൻ ഡോക്ടർ വന്ന് കണ്ടവൻ പറഞ്ഞ് ഹസ്നായം കൊണ്ട് വന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ഹസ്നായം കൊണ്ട് അവിടെ ചെന്നപ്പം പറഞ്ഞു 7 ദിവസം നിർത്തി ഞാൻ ക്ലീൻ ചെയ്യാം, ഞാൻ തന്നെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. 7 ദിവസം കഴിഞ്ഞ ശേഷം ഇത് കറക്റ്റ് ആവാത്തതുകൊണ്ട്, 5 ദിവസം കഴിഞ്ഞ ശേഷം കറക്റ്റ് ആവാത്തതുകൊണ്ട് അവർ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഉണ്ട് JS Steve ആണ്, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ കൊണ്ടുപോയാൽ മതി, അവർ റെഡിയാക്കി തരുമെന്ന് പറഞ്ഞു. നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയതിനു ശേഷം അവർ SITക്ക് വിട്ടപ്പോഴാണ് അവർ പറഞ്ഞത് ഇത്രയും ഈ താഴ്ചയെ കീറിയിട്ടുണ്ട്, അതുകൊണ്ട് MR എടുക്കണമെന്ന്. MR എടുത്തപ്പോഴാണ് അറിയാം 2.7 സെന്റിമീറ്റർ അടുപ്പിച്ച് ഈ മുറിവ് ഉണ്ടെന്ന് അറിയണത്. അപ്പം പറഞ്ഞ് മുറിവ് പൊറുക്കണമെങ്കിൽ വയറ്റിൽ സ്റ്റോമ ബാഗ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോമ ബാഗ് ആദ്യം ഓപ്പറേഷൻ ചെയ്ത് സ്റ്റോമ ബാഗ് ഫസ്റ്റ് ചെയ്ത ഇങ്ങനെയാണ് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ചെയ്തത്, സ്റ്റോമ ബാഗ് ചെയ്ത. ഇത് ചെയ്തതിനു ശേഷമാണ് വീണ്ടും ശരിയായില്ലെന്ന് പറഞ്ഞ് ഇതേപോലെ ചെയ്ത് വെച്ച് മെഡിക്കൽ കോളേജ് നിസാറുദ്ദീൻ ഡോക്ടറും JS Steve സാറും കൂടെയും ചെയ്ത ഇതേപോലെ ചെയ്ത് വെച്ച് അവസാനം ഈ 3 ഓപ്പറേഷൻ പിന്നെ ബ്ലാസ്റ്റ് സർജൻ ചെയ്ത്. ഇത് 3 പ്രധാനപ്പെട്ട ഡോക്ടർമാരാണ് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ചെയ്ത. 3 ഓപ്പറേഷൻ ശരിയാവാത്ത ആ അവസ്ഥയാണ് കിംസാറ്റി കൊണ്ടുപോയത്. ഇത് ചെയ്യാനുള്ളത് ഇങ്ങനെയാണ് ചെയ്യാനുള്ളത്. എന്റെ ഭാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയും നെടുവങ്ങാട് ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നു. ഈ കണക്കിന് ആണ് ചെയ്യാനുള്ളത്. ഇതാണ് കിംസാറ്റി ചെയ്യുക, ഇതാണ് കറക്റ്റ് ഓപ്പറേഷൻ. 2 കുടലും എടുത്ത് ചെയ്യാനുള്ള. മെഡിക്കൽ കോളേജ് ചെയ്തതെന്ന് വെച്ചാൽ കുടല് മടക്കി വെച്ച് താഴോട്ട് മലം പോണ കുടൽ ഇങ്ങനെ മടക്കി വെച്ച് പിന്നാണ് അടിച്ചിരുന്നത്. ഈ പിന്നെ അടിച്ചു വെച്ച് അത്രയും കഷ്ടപ്പാടായിരുന്നു ഇവർക്ക്. ഇത് മല പോകാൻ സമയത്ത് വേദനയും ബുദ്ധിമുട്ടായി കരച്ചിലും ഇതായി. ഇതിന്റെ ഇടയ്ക്ക് എന്റെ മോന് പാല് കൊടുക്കാൻ പറ്റില്ല, മോൻ പെങ്ങളെ വീട്ടിലായിരുന്നു. ആശുപത്രിയും കാര്യവും പൊടിയും മായ്ക്കാനും എന്റെ വേറെ നിവൃത്തിയില്ല. ഉണ്ടായിരുന്ന ജീവിതമാർഗ്ഗം വണ്ടി കൊടുത്ത് നമുക്ക് കയറി കിടക്കാൻ വീടോ സ്ഥലമോ ഒന്നുമില്ല, വാടകയ്ക്കാണ് താമസിക്കണം. ഇപ്പൊ ഞാൻ കൂലിക്ക് ഓടിയാണ് എന്റെ ഭാര്യയെ നോക്കണം. പലിശയും കാര്യങ്ങളും എടുത്താണ് ഞാൻ ഇപ്പൊ മുമ്പോട്ട് പോകണം. ഒരു മാസം തന്നെ 10-25 പലിശയും കാര്യം വേണം. ഒരു കാര്യം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഈ ആശുപത്രി ചെയ്യണം? മെഡിക്കൽ കോളേജിൽ ഒരു 14 രൂപയ്ക്കുള്ള ഒരു ട്രിപ്പ്, വേദനയ്ക്കുള്ള ട്രിപ്പ് വരാൻ നമ്മൾ വെളിയിൽ കൊടുത്താണ് വാങ്ങിപ്പിച്ചത്. എന്റെ ഭാര്യ ഫുൾ ഓപ്പറേഷനും സീസ കാർഡില്ലാത്തതുകൊണ്ട് ഞാൻ കടവും കാവലും മറിച്ചാണ് ചെയ്തത്. ഇതുവരെയും ഡോക്ടറിന്റെ ബിന്ദുസുന്റെ ഡോക്ടറുടെ ഭാഗത്തുനിന്നോ ഒരു സ്ഥലത്തും നമുക്ക് ഒരു സഹായങ്ങളോ വിളിച്ചൊന്ന് ചോദിക്കുകയോ ചെയ്തിട്ടില്ല. അത് പോയിട്ട് ബോർഡ് കാര്യം എന്ന് പറയുന്നത് എന്തിനീ ബോർഡ് കാര്യം? എല്ലാ മനുഷ്യന്മാരാണ്, നമ്മളെല്ലാവരും ആപത്തുകൾ സംഭവിക്കാത്ത ആരുമില്ല. ബോർഡ് കാര്യം വന്നപ്പം നെടുവങ്ങാട് ആശുപത്രി എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പ്ലാനിങ്, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇങ്ങനെ ഒരു പ്രസവം നടന്നിട്ടില്ല, ഇങ്ങനെ മുറിവ് സംഭവിച്ചില്ല, നിങ്ങളെ ചോദിക്കപ്പോ അങ്ങനെ പറഞ്ഞാൽ അവിടെ തൂക്കണ ചേച്ചിമാരടുത്തോട്ട് കംപ്ലീറ്റ് വരെയും പറഞ്ഞ് ബോർഡുകാർ വന്ന് ഇവിടെ ഈ മുറിവ് നോക്കി, മെഡിക്കൽ ബോർഡിൽ നിന്നാണ് മുറിവും കാര്യം എല്ലാം നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് നിന്റെ കഷ്ടപ്പാടും ദുഃഖമൊക്കെ അറിയാം, ഇതെല്ലാം സത്യവും നമുക്ക് മനസ്സിലായി, നമ്മൾ വേണ്ടപോലെ ചെയ്യാമെന്നെല്ലാം എൻ്റെ അടുത്തും ഭാര്യ അടുത്തും പറഞ്ഞിട്ട് ഇവര് റിപ്പോർട്ട് കൊടുത്തേക്കണം. നെടുവാട് സ്റ്റേഷൻ ഞാൻ ചോദിച്ചാൽ പറയാന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്ക് ഞാൻ റിപ്പോർട്ട് കൊടുത്തേക്കണം. നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് എവിടെ നീതിയുണ്ട്? ഇപ്പൊ എന്റെ ഭാര്യ കീറി ഈ കാലിന്റെ ഇവിടെ നിന്ന് ഇത്രയും ഭാഗം കീറി ബ്ലാസ്റ്റ് സർജൻ ചെയ്തിരിക്കുക. ഇതിന്റെ അകത്തൂടെ ഈ 23 വയസ്സായ തൂറാണ് അത്. ഈ മലം ഈ സൈഡിൽ കൂടെയാണ് ഞാൻ എടുത്ത് കളയണം. എന്റെ മോനെ എടുക്കാനോ ഒന്നിനും പറ്റാത്ത ഈ അവസ്ഥയെ ഇപ്പൊ എത്ര 6 ഓപ്പറേഷനായി. നമ്മളെ കൊണ്ട് എന്ത് പറ്റും? കടവും കാവലും മാച്ച് ചെയ്യണേണ്. വണ്ടി ഓടാൻ പോകാൻ പറ്റും. ഇവിടെ വേദനയും ബുദ്ധിമുട്ടും എടുക്കുമ്പം ഞാൻ വീണ്ടും മരുന്നും കാര്യവും മാറ്റി വീണ്ടും പോകും. ഈ കിംസും പ്രൈവറ്റ് ആശുപത്രി 2 ആശുപത്രി ഞാൻ പോയില്ലെങ്കിൽ എന്റെ ഭാര്യ ഇന്ന് മരിച്ചിട്ട് ഇപ്പം 1 വർഷം അടുപ്പിച്ചായന. മെഡിക്കൽ കോളേജുകാരും നെടുവങ്ങാട് ബിന്ദുസുന്ദറും ഈ JS Steve സാറും എല്ലാരും കൂടെ ഓപ്പറേഷൻ ചെയ്യണം. എന്തിനാണ് ഇങ്ങനെ പാവങ്ങളായിട്ട് കീറി മുറിക്കണം? എനിക്ക് അറിഞ്ഞുകൂടെന്ന് പറയാത്തത് എന്തിന് ഈ അവസ്ഥ എന്റെ ഭാര്യ ആക്കി? ഇത്രയും കടക്കാരൻ എന്നെ എന്തിനാക്കിയത്? ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ വന്ന് നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയണത്. അത്രയ്ക്ക് അവസ്ഥയായതുകൊണ്ടാണ്. ഇപ്പൊ അവള് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 16-20 ദിവസം അടുപ്പിച്ച് ഇപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടായി. നമ്മൾ ഈ പറയണ എന്തെങ്കിലും ഒരിതായിട്ട് തോന്നെങ്കിൽ തിരക്കി നോക്കണം നമ്മളെ അവസ്ഥകൾ. ഒരു തിരുവനന്തപുരത്തുള്ള മാധ്യമ പ്രവർത്തകൻ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഈ വീട്ടിൽ നേരിട്ട് പോയി ആ ഒരു ദുരിതം നേരിട്ട് കണ്ട ആളാണ്. അതായത് ശരീരത്തിന്റെ എല്ലാ പാർട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഈ ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ
ഒരു സാമൂഹ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു 23 വർഷമായിട്ട് ഇത്തരം ആളുകളെ കാണുന്നതാണ്. പക്ഷെ ഇത്ര വേദനിപ്പിച്ച ഒരു ശരീരം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാം. കാരണം ഈ ഒരു പ്രായത്തിൽ ഈ കുട്ടി അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം അനുഭവിച്ചിരിക്കുകയാണ്. നമുക്കിത് അവർക്ക് സൗജന്യ ചികിത്സ യാതൊരു കാര്യങ്ങളിലും ഗവൺമെൻറ് കഴിഞ്ഞ സർക്കാർ ഇടപെട്ടിട്ടില്ല. കേസ് കൊടുത്തവർ റൂറൽ SP സഹിതം കേസ് കൊടുത്തു. കേസ് തേച്ച് മാച്ച് കളയുന്ന ഒരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടായോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കുട്ടിയുടെ വിഷയം നടന്ന സമയത്ത് ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർ ഇത്ര അനാസ്ഥ കാണിച്ച് അത് കൃത്യമായി സർക്കാർ ഇടപെട്ടിരുന്നെങ്കിൽ, അന്നത്തെ ആരോഗ്യ വിഭാഗം ഇടപെട്ടിരുന്നെങ്കിൽ പിന്നീട് വീണ്ടും ഒരു കുഞ്ഞ് അവരുടെ കൈകൊണ്ട് മരണപ്പെട്ടു. ആ സമയത്ത് മാത്രമാണ് അവരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലെ ബിന്ദു സുന്ദർ ഡോക്ടർ ഇപ്പോൾ സസ്പെൻഷനിലാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. നമുക്കറിയാം ഒരു ഡോക്ടറും മനഃപൂർവ്വം ചെയ്യില്ല. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ആരോഗ്യ മേഖലയിൽ എടുക്കുന്ന എഫേർട്ടിനെ ഒന്നും ആരും തള്ളിക്കളയുന്നില്ല. നമുക്കറിയാം അവരെല്ലാം ഒരുപാട് എഫേർട്ട് എടുത്ത് ജനങ്ങളെ സേവിക്കുന്നവർ തന്നെയാണ്. പക്ഷേ കൈ അബദ്ധം പറ്റിപ്പോയാൽ സമ്മതിക്കാനുള്ളൊരു വിവേകം മനുഷ്യനുണ്ടാവണം. അതാണ് മനുഷ്യത്വം, അതാണ് ഡോക്ടർ. അല്ലെങ്കിൽ ആ പദവിക്കോ ഒരു സ്ത്രീ എന്ന നിലയിലോ അവർ സ്ത്രീ എന്ന് പരിഗണിക്കാൻ പറ്റില്ല. കാരണം ഇത്ര വയ്യാതിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലും അഹങ്കാരി, നീ നമ്മളോട് സഹകരിക്കുന്നില്ല. ഇനി ഈ കുട്ടിയെ വിളിക്കാൻ വിളിയൊന്നുമില്ല. ഈ കുട്ടി പലതവണ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ആത്മഹത്യ ചെയ്യും മാം, എനിക്ക് പറ്റില്ല, എനിക്ക് ഞെരങ്ങിപ്പോയൊരു മരുന്നെടുത്ത് കഴിച്ചോ സൂയിസൈഡോ കയറ് കെട്ടാനോ എനിക്ക് പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ആ കുഞ്ഞിൻ്റെ മുഖം നോക്കിയിട്ട് നാളെ ആ കുഞ്ഞിന് 1 വയസ്സ് തികയുക. അപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ കുടുംബം പറയുന്നത്. അവര് പറഞ്ഞു കേട്ടില്ലേ, ആ ബോർഡിൽ നിന്നുള്ള ആ സമയത്ത് വന്നിട്ട് അവിടുത്തെ തൂപ്പുകാരി വരെ വന്നിട്ട് മുറിവ് നോക്കുന്ന ഒരു അവസ്ഥയാണ്. എന്ത് കാര്യത്തിനാണ് മെഡിക്കൽ ബോർഡ് കൂടുന്നത്? അത് കൃത്യമായ ഒരു ചികിത്സാ സംവിധാനത്തിലേക്ക് പോകാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനല്ലേ ബോർഡ് വേണ്ടത്. അങ്ങനെ ഒരു ബോർഡ് വന്നിട്ട് അവർക്ക് അതിനുള്ള പ്രയോജനം കിട്ടിയിട്ടില്ല. ആ ബോർഡ് കൊണ്ട് യാതൊരു യൂസും ഈ പാവങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവരാദ്യം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരുന്നു. പക്ഷെ അതിന് FIRന്റെ കോപ്പി പോലും ഇവർക്ക് കൊടുത്തിട്ടില്ല. ഇവർ കൊടുത്തിട്ട് 1 വർഷമായി. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടുള്ളൊരു സ്ലിപ്പാണ് ഇവരെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നില്ല അതൊരു FIR ആയിട്ടോ കേസായിട്ടോ. ഇവരോട് പറഞ്ഞിരിക്കുന്നത് കേസ് കോടതിയിലോട്ട് പോയി എന്നല്ലേ, കേസിന്റെ കാര്യം. അപ്പം കോടതി വരും, അവിടെ നിന്ന് നിങ്ങൾ APP വക്കീൽ വിളിക്കുമ്പോൾ നിങ്ങൾ പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പിന്നെ കേസ് കോടതി ആയിട്ടുള്ളതായിട്ട് ഒരു പേപ്പറിൽ ചെന്ന് ഒപ്പിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി ചെന്ന് ഒപ്പിട്ട് അതിനുശേഷം ഞാൻ വന്നു. പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ആദ്യം ഇതിൻ്റെ പരാതി കൊടുത്തിരുന്നു. പരാതി കൊടുത്തപ്പം ആ പരാതി മേലാണ് ആദ്യം മെഡിക്കൽ ബോർഡിൽ നിന്ന് 4 അംഗ സംഘം വന്ന് ആ അന്വേഷണം കഴിഞ്ഞ് അടുത്ത് 7 അംഗ സംഘം മെഡിക്കൽ ബോർഡിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. അപ്പം ഈ സ്റ്റോമ വേദൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എന്നിട്ട് 2 തവണയും എൻ്റെ ഭാര്യ വയ്യാത്ത അവസ്ഥ ഒരു കൂട്ടുകാരൻ്റെ കാർ എടുത്താണ് 2 വട്ടവും ഞാൻ നെടുമങ്ങാട് കൊണ്ടുവന്നത്. 2 വട്ടവും കൊണ്ടുവന്നിട്ടും അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെ സംഭവം ഇല്ലെന്നുള്ള രീതിക്ക് റിപ്പോർട്ട് കൊടുത്താണ് വിട്ടത്. പിന്നെ നമുക്ക് അതിൽ നിന്ന് ഒരുവിധ നിയമപരമായിട്ടുള്ള സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ സമയത്തും എൻ്റെ ഭാര്യയ്ക്ക് ഗവൺമെൻറ് ആശുപത്രി ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് പേടിയാണ്. കാര്യം ഇത്രയും മെയിനായിട്ടുള്ള ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ടും ഈ സ്റ്റോമ ബാഗോ ഒന്നും ശരിയാവാതെ വേദന എടുത്ത് ഇത്രയും ബുദ്ധിമുട്ടായാണ്. വേറെ 2 ഓപ്പറേഷൻ തീരാവുള്ളതാണ് മെഡിക്കൽ കോളേജ് 3 ഓപ്പറേഷൻ ചെയ്തത്. ഞാൻ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയെങ്കിൽ ഇത്രയും ഓപ്പറേഷൻ എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യേണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗതികേട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ കോളേജിന് ഞാൻ ചെന്നത്. നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്ക് ഏറ്റവും പെട്ടെന്ന് ചെല്ലാനുള്ളതാണ് ഗവൺമെൻറ് ആശുപത്രി, നെടുമങ്ങാട് മെഡിക്കൽ കോളേജും ഇവിടെ എല്ലാം. പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് സഹായം ഉണ്ടായില്ല. എന്തായാലും 2025 നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർക്ക് ഗുരുതര പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിലും മറ്റ് അധികാരികൾക്കും എല്ലാം തന്നെ പരാതി നൽകിയിട്ടും ഇതുവരെയും യാതൊരുവിധ നിയമ നടപടിയും ഭരണാധികാരികളിൽ നിന്നും സ്വീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നാണ് ഹസ്നയും കുടുംബവും നിലവിലിപ്പോൾ ആരോപിക്കുന്നത്. അതുകൂടാതെ 7ലധികം ശസ്ത്രക്രിയകളാണ് ഈ 23-കാരിയുടെ ശരീരത്തിൽ നിലവിലിപ്പോൾ ചെയ്തിരിക്കുന്നത്. സാധാരണ കുടുംബമാണ്. നിരവധി പണം ചെലവഴിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളെല്ലാം തന്നെ നിലവിലിപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഹസ്നയ്ക്ക് ഉൾപ്പെടെ പോകാൻ തന്നെ ഭയമാണ്, ചികിത്സ തേടാൻ തന്നെ ഭയമാണ് എന്നുള്ള കാര്യമാണ് അവർ വ്യക്തമാക്കുന്നത്. ഇതിൽ പ്രധാനമായും അവർ എടുത്തു പറയുന്നത് നിലവിലുള്ള സർക്കാർ എങ്കിലും ഇവർക്ക് നഷ്ടപരിഹാര തുക നൽകണം എന്നുള്ള കാര്യമാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.